കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് ഡിസംബർ 16 വൈകുന്നേരം 5 മണിക്ക് മുൻ MLA MV ജയരാജൻ എരിപുരം തടത്ത് നിർവഹിക്കും. വിളവെടുപ്പിന് മുന്നോടിയായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന കർഷകർക്കുള്ള പരിശീലനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിൽ നിർവഹിച്ചു പോകാൻ പറ്റുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഔഷധഗ്രാമ പദ്ധതി നമ്മൾ അംഗീകാരം നമ്മളെ തേടിയെത്തി. കാരണം ഔഷധഗ്രാമ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മൾ ചേർത്ത് വെച്ചപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജൈവ കാർഷിക മണ്ഡലത്തിനുള്ള സംസ്ഥാന അവാർഡ് ഇത്തവണ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയത് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. നമ്മുടെ ഈ പ്രദേശത്തോട് ചേർത്ത് വെച്ചിട്ടാണ്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പോയി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അവാർഡാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന് അടിയന്തരമായി മറ്റൊരു യാത്ര വന്നതുകൊണ്ട് കൃഷിമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും ഒക്കെ ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ കൃഷിമന്ത്രിയാണ് നമുക്ക് ആ അവാർഡ് നൽകിയത്. 5 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും പലകൊക്കെ. ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കടന്നപ്പള്ളി ബാണപ്പുഴ പഞ്ചായത്തിൽ 10 ഏക്കറിലും ഏഴോം കണ്ണപുരം പഞ്ചായത്തിൽ 7.5 ഏക്കറിലും ഉൾപ്പെടെ 3 പഞ്ചായത്തുകളിലായി 25 ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ചെയ്തത്. മെയ് 26 പിലാത്ര ഹോപ്പിന് സമീപം 2.5 ഏക്കറിൽ തയ്യാറാക്കിയ ചെടികളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. പരിശീലന പരിപാടിയിൽ ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി. പ്രൊജക്ട് ഡയറക്ടർ ആത്മ കണ്ണൂർ MN പ്രദീപ് പദ്ധതി വിശദീകരിച്ചു. മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സെക്രട്ടറി KP പ്രശാന്ത് ക്ലാസ് എടുത്തു. കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ B സുഷ സ്വാഗതവും ഏഴോം കൃഷി ഓഫീസർ നിഷ ജോസ് നന്ദിയും പറഞ്ഞു.